എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും പുതിയ മോഡലായ ഗുർല 450 ആണ്. വണ്ടി നമുക്ക് തന്നിട്ടുള്ളത് നമ്മളെ JND ഷോറൂം അങ്കമാലിയാണ്. നമ്മൾ ഈ വണ്ടിയുടെ റിവ്യൂക്ക് വേണ്ടി വന്നതാണ്, റിവ്യൂ ലോഞ്ചിങ്ങിന് വേണ്ടി വന്നതാണ് നമ്മൾ അങ്കമാലിക്ക് കേട്ടോ. വണ്ടി കാണാൻ നല്ല മാരക ലുക്കാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കയറി വണ്ടി ഒന്ന് കാണിച്ചു തരാം. ഒരു രക്ഷയില്ല കേട്ടോ, പാകത്തെ സീറ്റായിട്ട് നമുക്ക് ടൗണിൽ കൂടെ ആയിക്കോട്ടെ, പിന്നെ ഏത് റോട്ടിൽ കൂടെ ആയാലും എങ്ങനെ വേണമെങ്കിൽ കൊണ്ടുനടക്കാൻ പറ്റിയ സീറ്റ് ഹൈറ്റും കാര്യങ്ങളും. എൻ്റെ ഹൈറ്റിനൊത്തൊരു വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ഫ്രീ ആണ്. നമ്മൾ 100 ഓൾറെഡി നമ്മൾ റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്താണ്. അതുക്കും കൂടി ഒന്നും കൂടി ഫ്രീ ആയിട്ടുള്ള വണ്ടിയാണ്. 180ഓളം കിലോഗ്രാമാണ് നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. 450 cc 40 bhp പവറും, പിന്നെ അതുകൂടാതെ തന്നെ അടിപൊളി 6 ഗിയേഴ്സും കാര്യങ്ങളും ആയിട്ടുള്ളൊരു അടിപൊളി ബൈക്ക് തന്നെയാണ് നമ്മളെ ഗുർല 450. വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഉണ്ടോ അല്ല എണ്ണയിഞ്ഞോ. വണ്ടി പെട്ടെന്നൊരു നീളം കുറച്ച് ബാക്കോട്ട് വലിച്ച മാതിരി, കംപ്ലീറ്റ് ചെയിന് സോക്കറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല വെയിറ്റും കുറച്ച് ലെങ്ത്ത് നല്ല കൂടുതൽ ഇട്ട മാതിരിയാണ് നമ്മുടെ ചെയിന് സോക്കറ്റിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. റൈഡർ ആയിക്കോട്ടെ, പില്ലൺ ആയിക്കോട്ടെ, ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പിൽ തന്നെയാണ്. ചെറിയൊരു ഗ്യാബ് റെയിലിനെ നമുക്ക് സൈഡിലായിട്ട് പിടിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളതുണ്ട്. പിന്നെ 450 ആണ്. വണ്ടി കാണാൻ തന്നെ മാരക ലുക്കാട്ടോ, ഒന്നും പറയില്ല. പറഞ്ഞാൽ ഒന്നും ധാരാളം കുറേ പ്രത്യേകതയും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ. എടുത്ത് പറയില്ല, 2-3 പ്രത്യേകത മാത്രം പറഞ്ഞുതരാം. വണ്ടി ഒന്ന് എടുത്ത് പറയാൻ വണ്ടിയുടെ കളേഴ്സും കാര്യങ്ങളാണ്. ഓൾറെഡി 6 കളേഴ്സിലാണ് നമ്മളെ വണ്ടി ഗുർല 450 വിപണിയിൽ ഇറങ്ങിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ വണ്ടിയിലെ കാണാനുള്ള ലുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടോളി. സെഗ്മെൻറ്റിൽ ഒരു അടിപൊളി ബൈക്ക് പറഞ്ഞ ഒരു അടിപൊളി ബൈക്ക് തന്നെയാണ് നമ്മളെ ഗുർല കേട്ടോ. പിന്നെ വണ്ടിയുടെ സീറ്റിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാധാരണ നോർമലായിട്ട് വരുന്ന സീറ്റിംഗ് ആണ്. ഏതൊരു പ്രായക്കാർക്കും ഏതൊരു ഹൈറ്റ് ഇല്ലാത്തവർക്കും ഒരേമാതിരി യൂസ് ചെയ്യാൻ പറ്റിയ സീറ്റിംഗ് കാര്യങ്ങളാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധാരണ ഹിമാലയൻ്റെ സെയിം എഞ്ചിനാണ് വണ്ടി, ഹിമാലയൻ 450യുടെ സെയിം എഞ്ചിനാണ് നമ്മളെ ഗുർല 450ക്കും കൊടുത്തിട്ടുള്ളത്. പിന്നെ കംപ്ലീറ്റ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നത് ഫുള്ള് പക്ക LED ലൈറ്റിംഗ് ആണ്. കംപ്ലീറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, ഹെഡ് ലൈറ്റ് ആയിക്കോട്ടെ, പിന്നെ ബാക്കിൽ നമ്മളെ ബ്രേക്ക് ലൈറ്റ് ആണെങ്കിൽ സാധാരണ ഇപ്പോൾ 450 ഹിമാലയയിൽ വന്ന സെയിം പൊസിഷനിൽ തന്നെയാണ് നമ്മളെ ഇൻഡിക്കേറ്റേഴ്സിൽ തന്നെ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തൊരു സെറ്റപ്പിൽ തന്നെയാണ് നമ്മളെ 450 ഗുർല വന്നിട്ടുള്ളത്. വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് കാണാനുള്ള കിടിലൻ ലുക്ക് തന്നെ കേട്ടോ. കിടിലൻ ലുക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റ നടത്ത് കാണുന്ന ഒരു കിടിലൻ സൂപ്പർ ബൈക്കിൻ്റെ ലുക്കിൻ്റെ മാതിരി തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ വണ്ടിയുടെ സ്പെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 450 എഞ്ചിൻ, നമ്മളെ റോയൽ എൻഫീൽഡ് ഹിമാലയൻ 450യുടെ സെയിം എഞ്ചിനും കാര്യങ്ങളാണ് നമ്മളെ ഗുർല 450യിൽ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളും സെയിം 450 ഹിമാലയുടെ എക്സോസ്റ്റിൻ്റെ സൗണ്ട് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മളെ ഗുർലയിലും. പിന്നെ അതുകൂടാതെ തന്നെ വണ്ടിയുടെ ടയർ സൈസും കാര്യങ്ങളൊക്കെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ അലോയും കാര്യങ്ങളും മാറിയിട്ടുണ്ട്. കാണാൻ നല്ല കുഴപ്പമില്ലാത്തൊരു കിടിലൻ ഡിസൈനിലാണ് നമ്മൾ അലോയ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എഞ്ചിൻ്റെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, നല്ല അടിപൊളി എഞ്ചിന് കപ്പ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളും കുറച്ച് കുറവാണ്, എന്നാലും നമുക്ക് ചെറിയൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ അടിക്കാൻ പറ്റിയൊരു സംഭവം തന്നെ നമ്മളെ ഗുർലയിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിന് സസ്പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം വണ്ടിക്ക് കൊടുത്ത അതേ നല്ല അടിപൊളി ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ ഫ്രെയിമും സസ്പെൻഷനൊക്കെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത്. ഉള്ളിലായിട്ട് തന്നെ നേരെ ക്രോസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഒരുവിധം ബൈക്കിലൊക്കെ ഇതേ മോഡൽ നമ്മൾ സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സീറ്റിങ് കാര്യങ്ങളൊക്കെ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴും കാര്യങ്ങളൊന്നും വലിയൊരു ചടപ്പും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പിന്നെ ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ വണ്ടി കുറച്ച് നീട്ടി വലിച്ച മാതിരിയുണ്ട്, കുറച്ച് നീളം കൂടുതലില്ല മാതിരിയാണ് നമുക്ക് ബൈക്ക് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ തോന്നുക. 6 കളേഴ്സിലാണ് വണ്ടി വിപണിയിൽ വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. സീറ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സീറ്റ് ഹൈറ്റും കാര്യങ്ങളും വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏത് പ്രായത്തിലും ഏത് ഹൈറ്റ് ഇല്ലവർക്കും ഹൈറ്റ് ഇല്ലാത്തവർക്കൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയൊരു സീറ്റ് ഹൈറ്റ് തന്നെ ഉള്ളൂ വണ്ടിയിൽ ഡിസൈനായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റിംഗ് വളരെ സ്മൂത്താണ്, അടിപൊളിയാണ്. നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ കണ്ട നല്ല കുഷനും കാര്യങ്ങളൊക്കെ ഉള്ള സീറ്റ് തന്നെയാണ് വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ വരുന്നവർക്ക് തന്നെ റൈഡർ ആയിക്കോട്ടെ, പില്ലൺ ആയിക്കോട്ടെ, ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പിൽ തന്നെയാണ്. ചെറിയൊരു ഗ്യാബ് റെയിലിനെ നമുക്ക് സൈഡിലായിട്ട് പിടിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളതുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വണ്ടി വേറെ മൂഡ് തന്നെ കേട്ടോ. ഏതാ വണ്ടി എന്ന് ഒറ്റയടിക്ക് കണ്ടു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റില്ല. സിമ്പിളായിട്ട് സാധാരണ ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ പുതിയ ട്രിക്കാണ് നമ്മൾ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കംപ്ലീറ്റ് നമ്മൾ ഈ ഒറ്റ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ കൊടുത്തിട്ടാണ് ബ്രേക്ക് ലൈറ്റ്, പിന്നെ അതേമാതിരി 4 ഇൻഡിക്കേറ്റർ കംപ്ലീറ്റ് ഒറ്റ ലൈറ്റിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അത് നല്ലൊരു അടിപൊളി പ്രത്യേകത തന്നെയാണ്. ഞാൻ സാധാരണ ഇങ്ങനെ ഒരു റോയൽ എൻഫീൽഡ് അല്ലാതെ വേറൊരു ബൈക്കിൽ അതുവരെ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. കണ്ടവരെ നമ്മൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ അതുകൂടാതെ തന്നെ സൈഡിലായിട്ട് ചെറിയ സാരി ഗാർഡും വരുന്നുണ്ട്. പിന്നെ ഓൾറെഡി നമ്മളെ വണ്ടിയുടെ സൈസ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നല്ല നീളം കൂടുതലാണ്. നീളം എന്ന് പറഞ്ഞാൽ സാധാ ഒരു ബൈക്കിനൊക്കെ നമ്മൾ 100ൻ്റെ ഒക്കെ ഫ്രണ്ടിൽ നിന്ന് ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ 100 തോന്നും, പക്ഷേ 100 അല്ലാന്ന് വണ്ടിയിൽ കയറി നിന്ന് കഴിഞ്ഞാൽ സൈഡ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ വണ്ടി പെട്ടെന്നൊരു നീളം കുറച്ച് ബാക്കോട്ട് വലിച്ച മാതിരി, കംപ്ലീറ്റ് ചെയിന് സോക്കറ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. നല്ല വെയിറ്റും കുറച്ച് ലെങ്ത്ത് നല്ല കൂടുതൽ ഇട്ട മാതിരിയാണ് നമ്മുടെ ചെയിൻ സോക്കറ്റിലൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വണ്ടിയുടെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 ലിറ്ററാണ്.
ടാങ്കിൻ്റെ തന്നെ വേറെ പ്രത്യേകത നമ്മൾ സാധാരണ ടാങ്കിൻ്റെ ഒക്കെ ഹോളും കാര്യങ്ങളും ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇത് കുറച്ച് സൈഡിലായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് എന്തെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഭാഗം കൊണ്ട് ഇക്കാരം വണ്ടിക്ക് തന്നെ ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ടാവുക. പിന്നെ ഹാൻഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളെ 100-ലൊക്കെ വന്ന ഹാൻഡിൽ എനിക്ക് തോന്നിയിട്ട് 100-ൽ വന്ന അതേ ഹാൻഡിലാണ് തോന്നുന്നത്. ഇവിടെ മോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മോഡ്സിൻ്റെ ഒരു സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പെർഫോമൻസ് മോഡും പിന്നെ അതുകൂടാതെ തന്നെ എക്കോ മോഡും, അങ്ങനെ 2 മോഡ്സാണ് വണ്ടിയിൽ വരുന്നത്. പിന്നെ അത് വേറെ തന്നെ നമ്മളെ ABS ഓൺ ആക്കാനും ഓഫ് ആക്കാനുള്ള സ്വിച്ച് സെപ്പറേറ്റ് വരുന്നില്ല, അതിൽ തന്നെയാണ് കംപ്ലീറ്റ് വരുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമ്മൾ മീറ്ററിലെ കൺട്രോളിങ് കാര്യങ്ങളും, മീറ്ററിൽ ഒരു കളിയില്ല, ഇവിടെ ചെറിയൊരു സ്വിച്ച് വരുന്നുണ്ട്. അതിലാണ് നമുക്ക് മീറ്ററിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ ഇവിടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നാലുള്ളൂ, ഇവിടെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് മീറ്ററിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ചെറിയൊരു USB പോർട്ടും കാര്യങ്ങളും ഇവിടെ അതിൻ്റെ അടിയിലുണ്ട്. ഹാൻഡിലിൻ്റെ നേരെ അടിയിലായിട്ട് തന്നെ ചെറിയൊരു USB പോർട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പോർട്ടില്ലാത്ത ബൈക്ക് ഇപ്പോൾ വിപണിയിൽ ഒരു വണ്ടിയിലും ഒരു കമ്പനി പോലും ഇറക്കണില്ല. പിന്നെ സിമ്പിളായിട്ടുള്ള ഡിസൈൻ കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിവറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒന്നും കൂടി നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ലിവറാണ് നമ്മൾ റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. സാധാരണ കൊടുത്ത ലിവേഴ്സിനെക്കാട്ടിലും ഒന്നും കൂടി ഒരു അടിപൊളി ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നത്. ഫ്രണ്ടിൽ ബ്രേക്കിൻ്റെ ആയിക്കോട്ടെ, അതുപോലെ ക്ലച്ച് ആയിക്കോട്ടെ, നല്ല ലിവറൊക്കെ നല്ല ക്വാളിറ്റി ഇല്ല മാതിരി എനിക്ക് തോന്നുന്നു. നല്ല അടിപൊളി 2 മിറേഴ്സും കൊടുത്തിട്ടുണ്ട് വണ്ടിയിൽ. 2 മിറേഴ്സ് എന്തായാലും വേണം, അല്ലാതെ എന്തായാലും വണ്ടി പുറത്തിറക്കില്ലല്ലോ. പിന്നെ ലൈറ്റിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, ഫുള്ളി LED ആണ്. ഇൻഡിക്കേറ്റേഴ്സ് ആയിക്കോട്ടെ, അതേമാതിരി ഹെഡ്ലൈറ്റ് ആയിക്കോട്ടെ, പക്ക LED കാര്യങ്ങളാണ്. പിന്നെ ഉള്ള റൈഡ് ചെയ്തതിൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. വലിയ കുഴപ്പമൊന്നുമില്ല, ഹീറ്റിങ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നെ ഫസ്റ്റ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേൾപ്പിച്ചു തരാം. എന്താ അല്ല എണ്ണ കഴിഞ്ഞോ? അടിപൊളി സൗണ്ട് കേട്ടോ, അടിപൊളി സൗണ്ടാണ്, അടിപൊളി സൗണ്ട് തന്നെയാണ്. പിന്നെ വണ്ടിയുടെ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 3,10,000 രൂപ തൊട്ടിട്ട് 3,30,000 രൂപ വരെയാണ് നമ്മളെ ഗുർല 450ക്ക് പ്രൈസ് വരുന്നത്. ബാക്കിൽ വരുന്ന ടയർ സൈസ് എന്ന് പറഞ്ഞാൽ 160, 60, 17 ആണ് വരുന്നത്. സിയറ്റിൻ്റെ ഒരു അടിപൊളി ടയർ തന്നെയാണ്, നല്ല ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ തരത്തിലൊരു ഓഫ് റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കയറാൻ പറ്റിയ ടയർ തന്നെയാണ് നമ്മൾ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലായിക്കോട്ടെ സിയറ്റിൻ്റെ തന്നെ 120, 70, 17 വരുന്ന ഒരു സിയറ്റിൻ്റെ സെയിം ടയർ തന്നെയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമ്മളൊരു മെറ്റ്സിലെ ടൂറിങ്ങിൻ്റെ ഒക്കെ ഒരു ഗ്രിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. നല്ല ഗ്രിപ്പും കാര്യങ്ങളും, ചെറിയൊരു ബൈക്കും, വലിയ ഓഫ് റോഡൊന്നും നമ്മൾ പോയിട്ടില്ല. പുതിയ ബൈക്കാണ്, ടെമ്പററി നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടൊരു ബൈക്കാണ്. അപ്പോൾ വണ്ടി വേണ്ടവർ നമ്മൾ റോയൽ എൻഫീൽഡ് ഗുർല 450 വേണ്ടവർ നമ്മളെ J&D ഷോറൂം അങ്കമാലിയുമായി കോൺടാക്ട് ചെയ്യുക. വണ്ടി ഇവിടെ റെഡി ആയിട്ട് സ്റ്റോക്ക് ആയിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടി ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഗുർല 450യുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഇഷ്ടപ്പെട്ടവർ എന്തായാലും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണും വരെ അനീസ് വ്ലോഗ് സൈനിങ് ഓഫ്.